ദൃശ്യത്തിലെ ജോർജ് കുട്ടീനെ അറിയോ? നമ്മുടെയൊക്കെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജോർജ് കുട്ടിയുണ്ട്. ആരാന്നറിയോ? വേറെ ആരുമല്ല, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ, അല്ല ജന അപ്രിയ നായകൻ ദിലീപ്. അപ്പം എങ്ങനെയാണ് ജോർജ് കുട്ടിയും ദിലീപും തമ്മിൽ ഇത്ര സാമ്യം? ജോർജ് കുട്ടി നമ്മുടെയൊക്കെ മുമ്പിൽ ഹീറോ ആണെങ്കിൽ ദിലീപ് എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ മുമ്പിൽ വെറും സീറോ ആയിട്ടാണ് ഇപ്പം കണക്കാക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ജോർജ് കുട്ടി ഒരു ക്രൈം ചെയ്തു. ആ ക്രൈം ചെയ്തിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ആ ക്രൈം താനല്ല ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തെളിവുകൾ ശേഖരിക്കുന്നതും ചെയ്ത ക്രൈമിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെയുള്ള ഫിലിംസിൻ്റെ പിന്നെയുള്ള ഓരോ ഇതിലും നമ്മൾ കണ്ടത്. ഇവിടെ അതുപോലെ തന്നെ, ജീവിതത്തിൽ അതുപോലെ തന്നെ ദിലീപ് ഒരു ക്രൈം ചെയ്തു. ദിലീപിന് നന്നായിട്ട് അറിയാം ദിലീപാണ് ആ ക്രൈം ചെയ്യുന്നതെന്ന്. കഴിഞ്ഞ 8 വർഷമായിട്ട് ദിലീപ് താനല്ല ആ തെറ്റ് ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടി എമ്മാതിരി പണിയെടുത്തിട്ടായിരിക്കും ഇപ്പോൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടാവുക. നമുക്ക് അരിയാഹാരം തിരുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട്, അപ്പോൾ 8 വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഇതിനുള്ള തെളിവുകൾ നശിപ്പിച്ച് കളയലും തെളിവുകൾ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിക്കലും പൈസ വാരി എറിയലും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ 8 വർഷം കഴിഞ്ഞ് കീഴ്ക്കോടതിയുടെ വിധി വന്നു. ഇനിയും കോടതികൾ വേറെയുണ്ട്, അത് ജീവിതം ഇനിയും മുമ്പോട്ട് പോകും. അപ്പോൾ ഇനിയും ദിലീപ് ഇനിയും ഒത്തിരി പണിയെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ഹൈക്കോടതിയിൽ പോവും, സുപ്രീം കോടതിയിൽ പോവും. അപ്പോൾ ഇനി എന്തോരം പണിയെടുക്കണം അദ്ദേഹം. ജോർജ് കുട്ടീൻ്റെ അപ്പുറത്തെ അവസ്ഥയായി. ഇപ്പം എന്തെല്ലാം തെളിവുകൾ ഇനി കണ്ടുപിടിച്ചാൽ ഉള്ള തെളിവുകളൊക്കെ നശിപ്പിക്കണം. എന്തൊക്കെ പണി ഇനി അദ്ദേഹം പണിയണം അറിയില്ല. എനിവേ, വെള്ളിയാഴ്ച വിധിപ്പകർപ്പിൻ്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. അപ്പം മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അത് എന്ത് തരത്തിൽ, നമ്മളെല്ലാവരും, മാധ്യമങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് നോക്കിയിരിക്കുന്നത്. അതായത് എന്തായിരിക്കും വിധിപ്പകർപ്പിൽ ഉണ്ടാവുക. ദിലീപിനെ പൂർണ്ണമായിട്ടും ദിലീപിൻ്റെ മേലിൽ അങ്ങനെ ഒരു ഗൂഢാലോചന കുറ്റം ഇല്ലേ, അല്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യത്തിലാണോ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക പൂർണ്ണമായും തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ, ചില ഭാഗങ്ങൾ ഗൂഢാലോചന പൂർണ്ണമായും തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നുള്ള തരത്തിലുള്ളതാണ് നമ്മളുടെ ആശങ്ക. ഏതായിരിക്കും, എന്ത് കാരണത്തിലായിരിക്കും എന്നുള്ളത്. ഉറപ്പായിട്ടും ദിലീപിന്റെ പേരിൽ ഒരു ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞ് ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പങ്കേ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും വിധിപ്പകർപ്പ് വരിക. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ ഊമക്കത്ത്, ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിൽ, ഊമക്കത്ത് വന്നത് 2-ാം തീയതി എഴുതിയ ഊമക്കത്താണ്. അതായത് ഇങ്ങനെ 8-ാം തീയതി വരുന്ന റിപ്പോർട്ട് വിധിയിനകത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദിലീപ് 8-ാം പ്രതി 9-ാം പ്രതിയൊക്കെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ള റിപ്പോർട്ടായിരിക്കും വരുന്നതെന്നും പറഞ്ഞിട്ട് 2-ാം തീയതി ഓൾറെഡി നമുക്ക് ഇത് വന്നു. അപ്പം അത് എങ്ങനെ, അതാണ് നമുക്കറിയേണ്ടത്. അതെങ്ങനെ? അപ്പം അതൊരു ഭയങ്കര വലിയ ചോദ്യമാണല്ലേ. അപ്പം നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്തായിരിക്കും ഇനി വെള്ളിയാഴ്ച വരുന്ന റിപ്പോർട്ടിനകത്ത് എന്നുള്ളത്.